എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ അത് എത്രമാത്രം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ തന്നെ അപ്പോൾ നല്ല ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. ഇത് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മേല് തേക്കാനും വലിയവർക്കും ഒക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 തേങ്ങ ചിരകി വെച്ചതാണിത്. ഇതിനി കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കണം. ആ പാല് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞെരടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 തേങ്ങയാണ് ഞാൻ ചിരകി വെച്ചിരിക്കുന്നത്. അതിനി കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുക. നല്ല പാലുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെരുവം വെച്ചിട്ട് അതിൻ്റെ മീതെ വൃത്തിയുള്ള ഒരു തുണി ഇതുപോലെ ഇട്ടിട്ട് അതിൽ നമ്മൾ കുറച്ചായിട്ട് ഈ തിരുമിയ തേങ്ങ ഇടുക. എന്നിട്ട് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ ആ കട്ടിയുള്ള പാല് ആദ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് പിഴിഞ്ഞെടുക്കാൻ ഇതിൽ നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിടുക. എന്നിട്ട് ഒരുവിധം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ ചെരുവത്തിൻ്റെ മീതെ തോർത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അകലുള്ള ഏതെങ്കിലും ഒരു തുണി മതിയിട്ട് ഈ പാല് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റണം. അതുപോലത്തെ നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. നമ്മൾ ആദ്യം പിഴിഞ്ഞില്ലേ അതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞാനല്ല ചെയ്യുന്നത് കേട്ടോ, ഞാനിതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പാലെടുത്തതിൻ്റെ ശേഷമുള്ള തേങ്ങാപ്പീരയിൽ നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കരുത്, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിക്കരുത്. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇത് അരയത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിക്കണം. ഇത് അരയാൻ എത്രമാത്രം വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും വേണ്ട. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ വീണ്ടും പിഴിഞ്ഞെടുക്കുക. മൊത്തം പാല് ആ തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം മുഴുവൻ പാലും വന്നോളും. ആദ്യം നമ്മളൊന്ന് ഞെരടിയിട്ട് ചെയ്തു. പിന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് പാലെടുത്തു. അപ്പം ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്താൽ മതി, മുഴുവൻ പാലും പോന്നോളൂ കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒന്ന് അരിച്ചെടുക്കുക. ഇതിൽ വല്ല ചണ്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോരാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് എടുത്ത പാല് ഒന്നിച്ചൊരു ചെരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ ആ മീതത്തെ തട്ടിൽ വെക്കണം. അതിൻ്റെ അർത്ഥം ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൊത്തം ഐസായി പോവും. അപ്പോൾ ഐസാവുന്ന ഭാഗത്ത് വെക്കരുത്. അതിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. നമ്മൾ പാലൊക്കെ വെക്കില്ലേ ആ ഒരു തട്ടിലാണ് വെക്കേണ്ടത്. എന്നിട്ടിത് ഒരു ദിവസം മുഴുവൻ വെക്കണം. അങ്ങനെയാകുമ്പോൾ ഈ പാല് ഇതിൻ്റെ മീതെ നല്ല കട്ടിയായിട്ട് വരും, താഴെ വെള്ളമായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങ ചണ്ടി ഉണ്ടല്ലോ, ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് നല്ല ലഡു ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിറ്റേ ദിവസം ആയിരിക്കുന്നു. നല്ല കട്ടിയിൽ ഇതിൻ്റെ മീതെ തന്നെ നല്ലൊരു ലെയറായിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം കേട്ടോ. ഇതേപോലൊരു അരിപ്പ കൈയിലോണ്ട് വേണം മാറ്റാൻ. ഇതെല്ലാം അതേപോലെ എടുക്കുക. കണ്ടില്ലേ ആ പാല് മുഴുവൻ ഇതിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ആ സമയത്ത് പുറത്ത് ഇരുന്നിട്ട് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഇങ്ങനെ അടിയിൽ പിടിക്കും, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിങ്ങനെ തേങ്ങാപ്പാൽ വറ്റിയിട്ട് ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഗ്യാസ് അടുപ്പിലൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെക്കണ്ട. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ അടുപ്പിലാവുക കാരണം അതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കളർ അധികം മാറരുത്. അപ്പോൾ അതായി വന്നു തുടങ്ങി. ഇനി കുറച്ചും കൂടി ആവാനുള്ളൂ. നമ്മളിപ്പോൾ ഇത് ഉരുളിയിൽ ഉണ്ടാക്കുക കാരണം ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്കിത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുരണ്ടി കൊടുക്കാം കയ്യിലോണ്ട്. കറക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കരുത് കേട്ടോ. ഇപ്പോൾ ഗ്യാസ് അടുപ്പിലൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇത്രയും മതി.
അപ്പോൾ അടിയിലത്തെ അതിങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, അത്രേ ആവൂ. അല്ലാതെ ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ചെറിയ ചൂടോടെ തന്നെ ഈ എണ്ണ ഊറ്റിയെടുക്കാം. എണ്ണയൊക്കെ ഊറ്റി മാറ്റി വെച്ചു. ഇതിൻ്റെ ആ കൽക്കമില്ലേ, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ലൈറ്റ് മധുരമായിരിക്കും. അപ്പം നമ്മളിതുകൊണ്ട് ഇങ്ങനെ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ട ഉണ്ടാക്കും, അല്ലെങ്കിൽ ചട്നിപ്പൊടി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതാ നല്ല ശുദ്ധമായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണ റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ബാക്കി വന്ന കൽക്കം കൊണ്ട് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തേങ്ങ വറുത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ആ ചേരുവകളൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിന് കൽക്കം എന്നല്ലാതെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയുക ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇതിൻ്റെ വേറെ പേരൊന്നും തലയിൽ വരുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാലെടുത്താൽ ബാക്കി വന്ന തേങ്ങാപ്പീരല്ലേ, അത് നമ്മൾ എന്തിനാണ് വെറുതെ കളയുന്നത്? അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ലഡു ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നന്നായിട്ട് പാവ് കാച്ചുക. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ഈ തേങ്ങാപ്പീര ഇതിലേക്ക് ചേർക്കാം. ഈ പാലെടുത്ത് വെച്ച പാല് അതിൻ്റെ ബാക്കിയുള്ള ചണ്ടി തേങ്ങ അതിലേക്ക് ചേർക്കാം. നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. നമ്മളിതിന്ന് പാല് കംപ്ലീറ്റ് എടുത്തതല്ലേ, അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നത്. ഇത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി രുചി ഉണ്ടായിരിക്കും. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, 2-3 സ്പൂണാണ് ചേർക്കുന്നുള്ളൂ. ഉരുട്ടിയെടുക്കുക. ഇതിൽ വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം, നട്ട്സ് വറുത്തിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയും റെഡിയായി, അതുപോലെ തന്നെ തേങ്ങാ ലഡും റെഡിയായി.